മാളിയേക്കൽ ഐദ്രൂന്റെ കാർമ തൊടാനും ചിത്രം വരയ്ക്കാൻ എനിക്ക് എന്ത് യോഗ്യതയുള്ള ചിത്രം അടിക്കാം. ഇതാപ്പ എന്റെ ചിത്രം. എന്റെ ഒരു ചിത്രം. പോടാ അവിടെ നീ വളപ്പുന്നേ. മേലാക്കി വളപ്പിക്ക് വന്നിട്ടുണ്ടോ? കാരണം കാല് ഞാൻ അടിച്ചാണ് പൊട്ടിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി. പഴയതൊന്നും മനസ്സിൽ വെക്കല്ലേട്ടാ. അന്നത്തെ കാലത്ത് ഞാൻ ഒരു കീറാമുട്ടിയായിരുന്നു. അതൊന്നും സാരല്ലേ എതിർക്കാ. ഇജി കുട്ടിയെ മനസ്സിലൊന്നും വെക്കരുതിട്ടാ. എതിർക്കാ, നിങ്ങൾക്കറിയോ, വാപ്പാന്ന് വിളിക്കുന്നതിന്റെ മുന്നേ തന്നെ ഉമ്മാനും ഇട്ടെറിഞ്ഞ് അയാൾ പോയി. പിന്നെ പട്ടിണിയും ദാരിദ്ര്യമുള്ള കാലത്ത് പ്രസവിക്കണ വീട്ടിൽ നിൽക്കാൻ പോണ നബീസാന്റെ മോന്, പാർപ്പേത്തി നബീസാന്റെ മോന്, ഇതിന് ആകെ ഉണ്ടായിരുന്ന ഒരു മേൽവിലാസം. ഇന്ന് ഇതുപോലെ ദുബായിൽ 3 സ്ഥാപനങ്ങളുണ്ട്. എനിക്ക് 10-25 സ്റ്റാഫുകളും ഉണ്ട്. അന്ന് എന്നെ അങ്ങേയറ്റം പരിഹസിച്ച 2-3 ചങ്ങാതിമാര് ഇന്നെൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 60,000-70,000 സാലറി വാങ്ങിയിട്ട്. അതിൽ കൂടുതലൊന്നും നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും കുട്ടിയെ എനിക്ക് നല്ലത് വരട്ടെ. ഞാൻ 5 നേരം പഠിച്ചോട് പ്രാർത്ഥിച്ചു. ആയിക്കോട്ടെ, സന്തോഷം. വേണ്ടപ്പെട്ടവർ ജീവിച്ചിരിക്കെ അനാഥമാക്കപ്പെട്ട ബാല്യസങ്കടങ്ങളിൽ അവജ്ഞയും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു സങ്കടക്കടൽ പോലെ അവന്റെ കുഞ്ഞു മനസ്സിൽ ഒരു അലമാല പോലെ ആർത്തുലച്ച എത്രയെത്ര ദിനരാത്രങ്ങൾ. വിലക്കപ്പെട്ട സ്വപ്നങ്ങളിലേക്ക് മുന്നിൽ കണ്ട ലക്ഷ്യത്തോടെ ആത്മവിശ്വാസത്തിന്റെ മാത്രം ഉൾക്കരുത്തുകൊണ്ട് പിൽക്കാലത്ത് നേടിയെടുത്തതായിരുന്നു അതെല്ലാം. ഇതൊരു മധുര പ്രതികാരത്തിന്റെ കഥയല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹിക്കുകയും ലാളിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തവർ മാത്രമല്ല നമ്മളെ സങ്കടപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ആട്ടി ഓടിക്കപ്പെടുകയും കൂടി ചെയ്തിട്ടുള്ളവരാണ് ഇന്ന് നമ്മളാക്കിയിട്ടുള്ളത്.